الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു 7ഓളം ചെറിയ ദുആകളെ പറ്റിയാണ്. നമുക്ക് അറിയാവുന്ന, നമ്മുടെ ഓർമ്മയിലുള്ള, എന്നാൽ നാം മറന്നുകൊണ്ട് അതിൻ്റെ ഉയർന്ന പ്രതിഫലം മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ നാം നിസ്സാരമായിട്ട് കാണുന്ന ചെറിയ ദുആകളാണ്. ആ ദുആകൾ നാം നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഉയർന്ന പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. ഈ ദുആകൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ, അതുപോലെ തന്നെ അവൻ്റെ മാലാഖമാരുടെ അടുക്കൽ നമുക്കൊരു അംഗീകാരമാണ്, ഒരു പ്രശംസയാണ്. അള്ളാഹുവിൻ്റെ അടുക്കലും മാലാഖമാരുടെ അടുക്കലും നമുക്ക് ഒരു പ്രശംസയും ഒരു അംഗീകാരവും കിട്ടും. അതുപോലെ തന്നെ അവൻ്റെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആ പാപങ്ങൾ ഇനി അത് കടലിൻ്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിങ്ങനെ പതഞ്ഞു വരുന്ന ആ പതയുടെ കണക്ക് അനുസരിച്ചാണെങ്കിലും ശരി, അല്ലാഹു തആല അവൻ്റെ പാപങ്ങളെ പുറത്തു തരും. അതുപോലെ തന്നെ അവൻ്റെ ഹൃദയത്തിൽ അവൻ ചെയ്യുന്ന ആരാധനകളുടെ ഒരു മധുരം അത് നുകരുവാൻ അവനക്ക് സാധിക്കും. അവൻ്റെ ജീവിതവും മരണവും നല്ല രീതിയിലായിരിക്കും. അങ്ങനെ ഉയർന്ന വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ദുആകളാണ്. 7ഓളം ദുആകളാണ്. പക്ഷേ അത് ചെറിയ ദുആയാണ്. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയോ ഒന്നും വേണ്ട. ഈ വീഡിയോ ഒരു പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. അത് നമുക്ക് പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏതാണ് ആ ദുആകൾ? ഒന്നാമതായിട്ട് അൻ യഖൂല ഇബ്തിദഅ കുല്ലി ഷൈഇൻ ബിസ്മില്ലാഹ്. ഏതൊരു കാര്യം ഒരു മനുഷ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം നാം ഇന്ന് ചെയ്യുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നതിനും അതുപോലെ തന്നെ പാനീയങ്ങൾ കുടിക്കുന്നതിന് മുമ്പായിട്ടാണ്. എന്നാൽ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഈ ദുആ, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും പല്ല് തേക്കാൻ നാം തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ സഹോദരിമാർ കിച്ചണിലേക്ക് പോയിട്ട് അവർ പാചകം ചെയ്യുന്നതിന് വേണ്ടി ആ അടുപ്പ് കത്തിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് തുടങ്ങുക. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും, നാം വസ്ത്രം ധരിക്കുമ്പോൾ, വസ്ത്രം ഊരുമ്പോൾ, അതുപോലെ തന്നെ നാം ചെരുപ്പ് ധരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഏതേത് നല്ല കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം കൊണ്ടുവരിക. രണ്ടാമതായിട്ട് അൻ യഖൂല ബഅദൽ ഫറാഗി മിൻ കുല്ലി ഷൈഇൻ അൽഹംദുലില്ലാഹ്. എല്ലാ വസ്തുക്കളിൽ നിന്നും, എല്ലാ കാര്യങ്ങളിൽ നിന്നും നാം വിരമിക്കുമ്പോൾ അതിൻ്റെ അവസാനം അൽഹംദുലില്ലാഹ് എന്ന് പറയുക. ഇത് നമ്മൾ പറയുന്നത് ആഹാരം കഴിച്ചതിന് ശേഷവും വെള്ളം കുടിച്ചതിന് ശേഷവുമാണെങ്കിൽ ഇങ്ങനെയല്ല നാം ചെയ്യേണ്ടത്. നാം ഒരു യാത്ര കഴിഞ്ഞ് ആ വീട്ടിലെത്തുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. വാഹനത്തിൽ നിന്ന് നാം ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ട് ആ ജോലി തീരുമ്പോൾ അവസാനം അൽഹംദുലില്ലാഹ് എന്ന് പറയുക. മൂന്നാമതായിട്ട് ഇദാ ജറാ അലാ ലിസാനിഹി മാ ലാ യഅനിഹി അൻ യഖൂല അസ്തഗ്ഫിറുല്ലാഹ്. എന്തെങ്കിലും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ അവൻ്റെ നാവിലൂടെ പറഞ്ഞു പോയാൽ ഉടനെ അവൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ
എന്തെങ്കിലും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ വന്നു പോയാൽ ഉടനെ നാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുക. നാലാമതായിട്ട് ഇദാ അറാദ ഫിഅലൻ വദൻ അൻ യഖൂല ഇൻഷാ അല്ലാഹ്. നാളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം ആരോടെങ്കിലും ഇൻഷാ അല്ലാഹ് നാളെ വരാം, അല്ലെങ്കിൽ നാളെ നോക്കാം, നാളെ ചെയ്യാം, ഇങ്ങനെ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യം അത് നാം പറയുമ്പോഴും ഉദ്ദേശിക്കുമ്പോഴും ഇൻഷാ അല്ലാഹ് എന്ന് പറയുക. അതുപോലെ അഞ്ചാമതായിട്ട് ഇദസ്തഖ്ബല ഇലൈഹി ഫിഅലുൻ മക്റൂഹുൻ അൻ യഖൂല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എന്തെങ്കിലും ഒരു മോശമായ കാര്യം അവനിക്ക് മുന്നിടേണ്ടി വന്നാൽ, വെറുക്കപ്പെട്ട ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവൻ മുന്നിടേണ്ടി വന്നാൽ, അവൻ അകപ്പെട്ടു പോയാൽ ആ സാഹചര്യത്തിൽ അവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുക. ആറാമതായിട്ട് ഇദാ അസാബത്തുഹു മുസീബത്തുൻ അൻ യഖൂല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, പ്രയാസം അവനിക്ക് നേരിട്ടാൽ ഉടനെ അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. ഇത് നാം എന്ന് പറയുന്നത് മരണം അറിയിക്കുന്നതിന് വേണ്ടിയും മരണം കേൾക്കുമ്പോഴുമാണെങ്കിൽ പ്രിയമുള്ളവരെ അങ്ങനെയല്ല. നാം നടന്നു പോകുമ്പോൾ നമ്മുടെ കാല് എവിടെയെങ്കിലും കയറി ഒന്ന് തട്ടി ഉടനെ നാം പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരിമാരൊക്കെ കിച്ചണിൽ അവർ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൈയൊന്ന് മുറിഞ്ഞ് ഉടനെ അവർ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നടന്നു പോകുമ്പോൾ ചെരുപ്പിൻ്റെ ബാറൊന്ന് പൊട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ അവൻ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഏഴാമതായിട്ട് അൻ യസാല യജ്രി അലാ ലിസാനിഹി ഫിൽ ലൈലി വൻ നഹാരി കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുപോലെ തന്നെ രാവും പകലും എപ്പോഴും അവൻ്റെ നാവിലൂടെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളൽ ദിക്ർ ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവർ, നിസ്സാരമായ കാര്യമാണ്, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ അശ്രദ്ധ മൂലം നാം എന്താണ് ചെയ്യാതിരിക്കുന്നു. ചെയ്താൽ ഉന്നതമായ മഹത്വമായ വലിയ പ്രതിഫലങ്ങളാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലും മാലാഖമാരുടെ അടുക്കലും നമുക്ക് പ്രശംസ കിട്ടും. നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതം നമുക്ക് സന്തോഷകരമായി തീരും. അതുപോലെ തന്നെ നാം ചെയ്യുന്ന ഇബാദത്തുകളുടെ മാധുര്യം നമുക്ക് നുകരാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.